നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഓണക്കാലത്ത് സർക്കാർ വിപണി ഇടപെടൽ നടത്താറുണ്ടെന്നും സർക്കാർ ഇടപെടൽ കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലക്കയറ്റം കുറവുള്ള സംസ്ഥാനം കേരളമാണെന്നും കേരളത്തിൽ എല്ലാത്തിനും വലിയ വിലക്കുറവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചതിനാലും എന്നാൽ ഓണാഘോഷം ഒഴിവാക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സപ്ലൈകോ ഓണം ഫെയർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഓണച്ചന്ത തുടങ്ങുമ്പോൾ സാധനങ്ങളുടെ വില കൂട്ടുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിലയുടെ കാര്യം നോക്കേണ്ട, സാധനം കിട്ടിയാൽ പോരെ എന്ന മന്ത്രിയുടെ വാദം വിചിത്രമാണ്. വില കൂട്ടിക്കൊണ്ട് വിപണി ഇടപെടൽ നടത്തുന്ന ഇതുപോലൊരു സർക്കാരിനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ സപ്ലൈകോ ഓണച്ചന്തകൾക്ക് തുടക്കമായി. ഓണച്ചന്തകളിൽ 3 സബ്സിഡി സാധനങ്ങൾക്ക് വില കൂടിയെന്ന് ആക്ഷേപം. അരി, പരിപ്പ്, പഞ്ചസാര എന്നിവയുടെ വിലയാണ് വർദ്ധിപ്പിച്ചത്. സർക്കാർ സഹായം ലഭിച്ചിട്ടും സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതേസമയം 7 വർഷത്തിനു ശേഷമുള്ള നാമമാത്ര വർധനയാണിതെന്ന് മന്ത്രി GR അനിൽകുമാർ വ്യക്തമാക്കി. എന്നാൽ ചെറുപയറിനും ഉഴുന്നിനും വറ്റൽമുളകിനും വില കുറയുമെന്നും പൊതുവിപണിയിലെ വിലമാറ്റത്തിന് ആനുപാതികമായിട്ടാണ് മാറ്റമെന്നുമാണ് സപ്ലൈകോയുടെ വിശദീകരണം. പൊതുവിപണിയേക്കാൾ വിലക്കുറവ് സപ്ലൈകോയിൽ തന്നെയാണെന്നും ഇന്ത്യയിൽ വേറെ ഏത് സർക്കാർ സ്ഥാപനം ഇത് ചെയ്യുന്നുണ്ടെന്നും മന്ത്രി GR അനിൽ കൂട്ടിച്ചേർത്തു. സപ്ലൈകോ ചന്തകൾ വഴി വിൽക്കുന്ന അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചത് ഉടൻ പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സാധാരണക്കാരും തൊഴിലാളികളുമാണ് ഓണക്കാലത്തും അല്ലാതെയും സപ്ലൈകോയെ ആശ്രയിക്കുന്നത്. ഈ വില വർധന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടിയായി മാറിയിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും നട്ടം തിരിയുന്ന ജനങ്ങളെ ഈ ഓണക്കാലത്തും പിഴിയുന്നത് മര്യാദകേടാണെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ ADGP അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. പൊതുപ്രവർത്തകനായ ജോർജ് വട്ടക്കുളമാണ് ഹർജി നൽകി. ADGPക്കെതിരെ ഭരണകക്ഷി MLA നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൗരവമുള്ളതായതിനാൽ ദേശീയ സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. കേരളത്തിലെ നമ്പർ 1 ക്രിമിനലാണ് ADGP അജിത് കുമാറെന്നും താനൂരിലെ കൊലയ്ക്ക് പിന്നിൽ മുൻ SP സുജിത് ദാസ് ആണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സുജിത് ദാസിന് നിർദ്ദേശം നൽകിയത് അജിത് കുമാറാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. അധോലോക സംഘത്തിന് എതിരായി അധോലോക കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുന്നുവെന്നാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനെ രാഹുൽ വിശേഷിപ്പിച്ചത്. ചില മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ നിയമാനുസൃതം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തിയാവണം എന്നത് അൻവറിൻ്റെ മാത്രം ആവശ്യമാണെന്നും സർക്കാരിന് ആ അഭിപ്രായമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒത്തുതീർപ്പാക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ല ഇപ്പോഴത്തേതെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളിൽ CBI അന്വേഷണം വേണം. അൻവറിനെ പൂട്ടാനുള്ള മരുന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള മരുന്ന് ശശിയുടെ അടുത്തുണ്ട്. കഥാന്ത്യത്തിൽ ജനങ്ങൾ എല്ലാം ശശിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനൊപ്പം ലീഗും ശക്തമായ സമരത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ADGP MR അജിത് കുമാറിനെയും P ശശിക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളെ തുടർന്നായിരുന്നു മാർച്ച്. സംഘർഷത്തിനിടെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. പരിക്ക് വകവെക്കാതെയും പ്രതിഷേധത്തിനൊപ്പം നിന്ന അബിൻ വർക്കിയെ KPCC പ്രസിഡന്റ് K സുധാകരൻ എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തല്ലിച്ചതച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി K സുധാകരൻ. മുദ്രാവാക്യം വിളിച്ചവരെ തലയടിച്ചു പൊട്ടിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി നാട്ടിൽ നേരിടാൻ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമരം പാർട്ടി ഏറ്റെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
കോൺഗ്രസുകാരെ തല്ലിയ പോലീസുകാർ കരുതിയിരുന്നോളുവെന്നും ഓരോ അടിക്കും കണക്ക് പറയിപ്പിക്കുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആബിൻ വർക്കിയെ തല്ലിച്ചതയ്ക്കുന്ന ചാനൽ ദൃശ്യങ്ങൾ കണ്ടു ഞെട്ടിപ്പോയെന്നും പോലീസ് എത്രത്തോളം അധപ്പതിച്ചു എന്നതോർത്ത് ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ലജ്ജ കൊണ്ട് തലകുനിയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൽ 11 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന 250 പേർക്കെതിരെയും കേസുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിലാണ് കേസിൽ 1-ാം പ്രതി. അബിൻ വർക്കി 7-ാം പ്രതിയാണ്. പത്തനംതിട്ട മുൻ SP സുജിത് ദാസ് IPSന് സസ്പെൻഷൻ. PV അൻവർ MLAയുമായുള്ള വിവാദ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സുജിത് ദാസിനെതിരെ നടപടിയുണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഗുരുതര ചട്ടലംഘനം നടന്നുവെന്ന DGPയുടെ റിപ്പോർട്ടിലാണ് ഒടുവിൽ സുജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സുജിത് ദാസ് IPSന് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടതിൽ പ്രതികരണവുമായി PV അൻവർ MLA. വിക്കറ്റ് നമ്പർ 1 ഒരു പുഴുക്കുത്ത് പുറത്തേക്ക് എന്നായിരുന്നു ഫേസ്ബുക്കിൽ അൻവർ കുറിച്ചത്. PV അൻവർ MLAക്ക് പിന്തുണ പ്രഖ്യാപിച്ച UDF കൺവീനർ MMSN അൻവർ നട്ടെല്ലോടെ മുന്നോട്ട് വന്നാൽ UDF രാഷ്ട്രീയ പിന്തുണ നൽകുമെന്നും അൻവർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അസൻ പറഞ്ഞു. കേരളത്തെ ആധുനിക ഹെൽത്ത് കെയർ ഹബ്ബാക്കി മാറ്റുകയെന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവേഷണത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിൽ ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിയുമെന്നുറപ്പുണ്ടെന്നും അതിലൂടെ ആരോഗ്യരംഗത്തെ കേരള മോഡൽ ലോകത്തിന് കൂടുതൽ സംഭാവന നൽകാനാകുമെന്നും നിപ COVID-19 തുടങ്ങിയവയെ പ്രതിരോധിക്കുന്നതിൽ കേരളത്തിന് ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായം ലഭിച്ചു എന്നത് ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിവിൻ പോളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതി വ്യാജമെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പം ഷൂട്ടിലായിരുന്നുവെന്നും ദുബായിൽ അല്ലായിരുന്നുവെന്നും വിനീത് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിലായിരുന്നു നിവിൻ പോളി എന്നാണ് വിനീതിൻ്റെ വിശദീകരണം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.